ഇതേ അന്ന് നമ്മൾ വെട്ടിയിട്ട ജമന്തിയിലെല്ലാം പൂ വന്നു കണ്ടോ. ഇതേ നമ്മൾ അന്ന് മേടിച്ചു വെച്ചതാ. പക്ഷെ എല്ലാവരും പറഞ്ഞ് ഇതേ പൂ വരത്തില്ലെന്നാണ് പറഞ്ഞത്. ഈ മേടിച്ചു വെക്കുന്ന ജമന്തി പൂ വരത്തില്ലെന്ന് പറഞ്ഞു. ഇത് ഞാൻ നന്നായിട്ട് ഇതിനെല്ലാം ചാണകപ്പൊടി ഇട്ടായിരുന്നേ. ചാണകപ്പൊടി ഇട്ടു. പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് കഞ്ഞിവെള്ളം ഞാൻ ഇതിനെല്ലാം ഒഴിക്കുമല്ലേ. വലിയ നമ്മുടെ സൂര്യകാന്തി പൂവിൻ്റെ അത്രയും വലിപ്പമുള്ള ജമന്തി പൂവാണ് വന്നിരിക്കുന്നുണ്ട്. നല്ല വലിപ്പമുണ്ട് അതിനെല്ലാം. നേരത്തെ ഒരു വീഡിയോ കണ്ടു കാണുമായിരിക്കുമല്ലോ. ഞങ്ങൾ ഇതിന് മുമ്പൊരു നമ്മുടെ ഈ ജമന്തിയുടെ ഒക്കെ ഒരു വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ വന്ന പഴയ ഉണങ്ങിപ്പോയ മുട്ടുകളൊക്കെ ഞങ്ങൾ ഇതാണ്ട് ഇതേ കണ്ടില്ലേ, എല്ലാം മുട്ട് വരുന്നുണ്ട്. അതിലെല്ലാം പൂവുണ്ട്, നിറച്ചു പൂവുണ്ട്. ഉണക്കായിട്ട് പോലും ഞങ്ങളുടെ മുറ്റത്ത് നിൽക്കുന്ന മുക്കുറ്റി ഉണ്ടോ പൂത്ത് നിൽക്കുന്നത്. മഞ്ഞ കളർ ആയതുകൊണ്ട് നല്ല ഭംഗിയാണ്. ഭയങ്കര നിറമല്ലേ, ഭയങ്കര കടും മഞ്ഞ നിറവ് കൂടിയല്ലേ. ഇവിടെ ഇതും കൂടെ ഒന്ന് കാണിച്ചാൽ നിലത്ത് നിൽക്കുന്നു മുക്കുറ്റി, മണ്ണിനകത്ത് നിൽക്കുന്ന മുക്കുറ്റി കണ്ടോ. ചെമ്പകം എല്ലാം പൂവായി. ഇപ്പം നമ്മൾ ഉണക്കായിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട്. രാവിലെയും വൈകിട്ടും കുറേശ്ശെയാണെങ്കിൽ രാവിലെയും വൈകിട്ടും നന്നായിട്ട് വെള്ളം ഒഴിക്കും. അതിൻ്റെ ഭാഗമായിട്ട് നന്നായിട്ട് ചെമ്പകം എല്ലാം പോകുന്നുണ്ട്. ചെറിയ ചെമ്പകമാണിത്, കൊച്ചു തയ്യാ കണ്ടില്ലേ. ഒരു ചെറിയ 3 തണ്ടുള്ള ഒരു ചെറിയ ചെമ്പകം. ഇതേ പുതിയ ചെമ്പകത്തിലെ പൂ വന്നു കണ്ടോ. നല്ല 3 കളറാണ് അതിനുള്ളത്. 3 അല്ലെന്നേ, 4 കളറുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് തന്ന ഒരു കമ്പ. ഇതിലെന്ത് പൂവാന്ന് ഞാൻ കണ്ടില്ലായിരുന്നു. അന്ന് അതിൽ പൂവൊന്നും കണ്ടില്ലായിരുന്നു. ഞങ്ങളൊരു കമ്പ് മേടിച്ചുകൊണ്ട് വന്ന് വെച്ചതാണ്. പക്ഷേ ഇവിടെ വന്നിപ്പം നട്ടപ്പോൾ കണ്ടോ പൂക്കൾ വന്നപ്പം 3 കളർ. അതെ, 3 അല്ലെന്നേ, നല്ല കടും ചുവപ്പും ഉണ്ടെന്ന്. ഒരു മഞ്ഞ ഷെയ്ഡ് വരുന്നുണ്ട്, പിന്നെ ഒരു വയലറ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്. അങ്ങനെ ഒരു 3-4 കളറുണ്ട്. ഇതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഈ പ്ലാവിൽ നിന്ന് ഞങ്ങൾ ചക്ക പറിക്കുന്നതാണ്. ബാക്കി ചക്ക എല്ലാം തീർന്നു. ഇത് നല്ല വിളഞ്ഞ് കിടക്കുമെന്ന് തോന്നുന്നു. 3-4 ദിവസത്തിനകത്ത് പറിക്കാമെന്ന് തോന്നുന്നു. പഴുക്കാറായി. അപ്പം ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ചക്കയാണ് കേട്ടോ. ഇത് മുറിച്ച് നമ്മൾ കഴിക്കുന്ന നമുക്ക് പിന്നീട് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.